ചേട്ടാ എത്ര നേരമായിട്ടോ ഒന്ന് ഇറങ്ങാൻ പറയാം. എന്ത് പരിപാടിയാണിത്? അല്ല, ഇവിടെ 2 ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ. ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളുടെ. അയ്യേ, അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. ചേർത്തല്ല ആ ഒരു സാമ്പാർ കല്യാണം ഇല്ലടാ, ഫ്രീയാ, വെറുതെ ഇരിക്കാ. ആ മോനെ സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ? ആ ഓക്കെ ഓക്കെ. ചേട്ടാ സമയമായി, ശാന്തി പ്രശ്നമാക്കണുണ്ടേ. അല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. അല്ല വെറുതെ നോക്കല്ലേ, ആ പരിപാടി ശരിയാവില്ല. ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ചേ. കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ സ്റ്റൈലായാനെ. ഈ വൃത്തിയായിട്ട സെറ്റപ്പിൽ കോട്ട് ഇടണമെങ്കിൽ എക്സ്ട്രാ ചിലവ് വരും. ആണോ? അത് ചേട്ടാ. പിന്നെ ചേട്ടാ, അത് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തായിരുന്നു. എന്താ മോനെ? എനിക്ക് ബാക്ക് ഇത്തിരി കൊള്ളാന്ന് കൂട്ടുകാർ പറയുന്നത്. അല്ല, കുണ്ടി കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ? എന്താ മോനെ, കല്യാണയെ കുറച്ച് വീട്ടിൽ വെച്ച് വന്നൂടെ? അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്നും ശല്യം ചെയ്യരുത് കേട്ടോ. ഇല്ല, ശല്യം ചെയ്യില്ല. പിന്നെ വീട്ടുകാരും ഇടപെടാനും പാടില്ല. ഓക്കേ, റെഡി? കം ഓൺ. വാ മോനെ, ആ പരിപാടി തുടങ്ങട്ടെ. ആ ചേട്ടനൊന്ന് മാറ്റിയേ. ആ ചേട്ടന്റെ കളർ ശരിയില്ല. ആ മെറൂൺ ഫെലോ. മെറൂൺ ഫെലോ എന്ന് ഉദ്ദേശിച്ച ജയനെ മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ? അല്ല, അത് സാരമില്ല. സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ, കേട്ടോ കേട്ടോ പ്ലീസ്. ആ പയ്യൻ കയറട്ടെ. മഞ്ഞയാണോ? അവൻ യെല്ലോ ഫെലോ. അവന്ന് മാറ്റി. എന്റെ മോനാ സുമേഷ്, അവനെ മുറച്ചെടുക്കണ പെണ്ണുണ്ട്. മോനിട്ടോടാ. ആ മാലയിൽ നിന്ന് എടാ മനെ ഈ കടിച്ചടയ്ക്കുന്നുണ്ട്. ഇനി ആ ബൊക്കെ മേടിച്ചോ, കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷെയ്ക്കാനും കൊടുത്ത്. മോതിരം വല്ല കൊടുത്തുണ്ടോ? മോതിരം ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നടക്കാം പോരെ. ഏതാ ഈ നരപ്പൻ അഹങ്കാരി? ആന്റി വാ. എല്ലാവരും കൂടെ പോകുന്നത് വീട്ടിൽ തടയുന്നു പോരെ. മണ്ടപ്പം സുമാരല്ല. പിന്നെ നമുക്കൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ വയ്യ മനുഷ്യ. ഓന്ത എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ കല്യാണമായിട്ട്. ആരാണോ ഇതിൻ്റെ അകത്ത് പെറ്റാടുന്നത്? മുണ്ടൊന്ന് നേരിട്ട് കസവ് നേരിട്ടോ. റെഡി സ്മൈൽ. എന്നെ നോക്കണ്ട, ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രൊജക്ടേ ക്യാമറ ലുക്ക്. മതി മതി, താനിപ്പോൾ എടുക്കണ്ട. സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സഞ്ജു ചേട്ടാ. ഇവിടെ ഫോട്ടോ ഫോട്ടോ കിട്ടിയില്ലേ? വന്നപ്പോൾ ഭയങ്കര ഷോണുള്ള പോയി അതിനെ പൂജിക്കണോണ്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ. സാറില്ല വിട്ടേക്ക്. ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ്. ഏത് മറ്റവരാണോ അതിൻ്റെ അകത്ത്? എന്താ ചേട്ടാ, ദക്ഷിണ കൊടുക്കാറായി. പത്മാ പറഞ്ഞിട്ട് വിളിച്ചേ, വേഗം വരാൻ പറഞ്ഞു. ഊണ് കഴിയോടെ തന്നെ എല്ലാരെയും ബസ്സേ കയറ്റിക്കൂടാം. ഇനി അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട. ചെല്ല് ചെല്ല്. നമസ്കാരമുണ്ട്. ഞാൻ പെണ്ണിന്റെ വകയിലൊരു കൊച്ചനാ. ചെറുക്കൻ നല്ല മിട്ടുക്കാൻ ചെറുക്കനാണ്. ഏതാണ്ട് ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു. എങ്ങനെയാ ചെറുക്കൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ട് മതി, അല്ലെങ്കിൽ അവൾ അറിഞ്ഞ പ്രശ്നമാവാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഒരു വിധി. പിന്നെ വളരെ നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടും എന്നെ കെട്ടാൻ തയ്യാറായതില്ലേ, അത് വലിയൊരു കാര്യം. എന്ത് കാര്യങ്ങള്? അല്ല, അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കം കെട്ടാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അറിഞ്ഞിട്ടില്ലേ? അല്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ചേട്ടനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ നിഷ്കളക്കം ചേട്ടനാണ് അല്ലേ? അതുകൊണ്ടാ. പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, ഇത് നമ്മളായിട്ട് അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. അപ്പൊ കാണാം നമുക്ക് കല്യാണം കഴിച്ചിട്ട്. കാണാതെ മക്കളൊന്നും വന്നില്ലല്ലേ? പിന്നെ
നീ വന്നെ. അതെ, ഈ പെണ്ണിനെന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ പെണ്ണോടൊന്ന് പറഞ്ഞു. ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ? ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ. കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത്. എൻ്റെ ആങ്ങളെ കല്യാണം കൊണ്ടതിൻ്റെ ക്രിമേഡിയാ നിങ്ങൾക്ക്. എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ. എന്നാലും എന്തോ ഒരു പന്തികേടും ഉണ്ട്. ഏട്ടനെ ഇവിടെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ കെട്ടിച്ചു കൊടുക്കൊണ്ട് ഒരു കാര്യമില്ല. സമയത്തിന് മരുന്ന് കൊടുക്കുക, കൊന്നു തന്നു. ആ കൊടുത്തു നന്നായി വാ മോളെ. അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരും സുഗത സുഗതേട്ടാ സുഗത ചേട്ടാ പിന്നെ ദക്ഷിണ ജലജ് വാ. അയ്യോ ചേട്ടന് കൊടുത്തിട്ട് മതിയായിരുന്നു. ചേട്ടാ വാ. എടി സമയമില്ല. നിക്കേട്ടാ പട്ടാളം അത് മുറുക്കാനല്ല, ദക്ഷിണയാണ്. അത് ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ മതി ബാക്കിയൊക്കെ സ്റ്റേജിൽ കൊടുക്കാം. 5 മിനിറ്റ് സാരി ഒന്ന് ശരിയായിക്കോട്ടെ. ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇപ്പൊ വിടാം. വേഗം ഓ, ഇനി ഇയാൾ അങ്ങോട്ട് ഉണ്ടാക്കിയാലേ അത് ശരിയാകത്തുള്ളൂ. ഒത്തിരി സൈലോട്ട് കൊണ്ടുവരാം. കൊണ്ടുവരാം. എവിടെ പോയി കിടക്കണമെന്ന്. അതെ ഒരു പൊക്കം കുറഞ്ഞ കാണാൻ വർക്കത്തൊന്നുമില്ല. എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ. കണ്ടില്ല എവിടെ നിന്ന് വരുന്നത്? ചെളികുത്താൻ പോയില്ലേ? ഇല്ല, പണിയില്ല. ഇപ്പൊ ഇങ്ങനെ നമസ്കാരമുണ്ടേ. ഇവിടുത്തെ ആരെങ്കിലും ആണോ? പെണ്ണിന്റെ കൊച്ചനാ. എന്നാ? അല്ല, ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് കൊച്ചനാ. എന്നാ പറ്റി? ഈ പെണ്ണ് വല്ല ചൊവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ? ആർക്കറിയാം ചൊവ്വാദോഷം? ഈ സ്വഭാവമുള്ള ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കുന്നോണ്ട് ചോദിച്ചാണേ. ഹലോ സന്ദീപ്, ഞാൻ കിരൺ, അഞ്ജനയുടെ ഫ്രണ്ടാ. കൈ കിടന്നേ. അടിപൊളി കല്യാണമൊക്കെ ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ പോയി. അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനെ അല്ലേ? പുള്ളി അടിപൊളിയാണ് കേട്ടോ. എന്റെ കല്യാണം ആയിരിക്കണം. പുള്ളീനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കണം. ഭയങ്കര കാശ. കല്യാണമൊക്കെ ഒരിക്കലല്ലേ നടക്കുള്ളൂ പോയി. എൻ്റെ കയ്യിൽ കുറച്ച് റെഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. കാണിച്ചേ. അല്ല, അത് കുതിരയല്ലേ? ആ, കുതിര ഇവിടെ ഇല്ല. പക്ഷെ പെണ്ണിന്റെ അമ്മ നല്ല മുറ്റു കുതിരയുടെ പോലെ ഇരിക്കണം ഐറ്റം. പുള്ളി വായന തോളത്ത് കയറ്റി വെച്ച് കൂട്ടുകാരാണെന്ന് ബാക്കിൽ തുള്ളി കഴിഞ്ഞാൽ നല്ല ഓളം പെട്ട് ഫോട്ടോ കിട്ടും. അതുകൊള്ളാം. എന്നാ പിന്നെ ഒരു സെൽഫി എടുത്താലോ? ഇൻസ്റ്റയിലേക്കിടാലോ കല്യാണ ചക്കൻ. അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ ഒരു പെങ്കുച്ചുമായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്തതാ. എന്നിട്ട് പുനർജീവിച്ചു വന്നതാ. ഈ ചെറുക്കനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. കാര്യമല്ല, ചേട്ടൻ്റെ മോനൊക്കെയാ. ഏട്ടൻ്റെ മോനാണോ? ആ, എൻ്റെ ഏട്ടൻ്റെ മോനാണല്ലോ. അതെ. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലേ. കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. അല്ല, അനുഭവിക്കണം. പെണ്ണിന്റെ അമ്മ വരുത്തോണ്ടേ അവൻ ഈ അടി ബഹളം നടന്നവനാ. എനിക്കൊന്നും പറയണല്ല. അപ്പൊ നമ്മൾ മോശക്കാരനാ. അത് ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാ. പെണ്ണിന്റെ വിധി അനുഭവിക്കട്ടെ എല്ലാവരും കൂടി. എനിക്കെന്നാ സോറി. It's okay. എടാ ഫോട്ടോക്കാരാ, എന്റെ മോടെ 2 ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ. വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി. പൊക്കോ. എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം. ദേ ആ നിൽക്കുന്നതാണ് എന്റെ മോള്. കെട്ട് കഴിഞ്ഞെടുക്കാം. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് സമ്മതിക്കില്ല. ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ? എൻ്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും? അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളു. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനെയും കൂടി. ഓക്കെ.